നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറ്റം ചെയ്യുന്നവർ മാത്രം പേടിച്ചാൽ മതി പോലീസിനെ. പവിഴം കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പോരെങ്കിൽ പവിഴത്തിന്റെ പ്രായത്തിലുള്ളൊരു മോളുണ്ട് എനിക്ക്. ഞാൻ പോലീസാണെന്ന് കരുതി ആ മോൾ എന്നെ കണ്ട് പേടിക്കോ? ഇല്ലല്ലോ. അതുപോലെ പവിഴവും എന്നെ കണ്ടാ പേടിക്കണ്ട. അതുകൊണ്ട് പവിഴം ഇനി മുതൽ എന്നെ പോലീസ് മാമാന്ന് വിളിച്ചാ മതി. എന്താ പറയേ? എന്താ വിളിക്ക? പോലീസ് മാമൻ. ആ മോളുടെ പേടി ഇനിയും മാറിയില്ലേ? രാച്ചിയമ്മ പറയുന്നത് പോലീസ് മാമൻ ചീത്തയാന്നാ. ഞാനല്ല, നിന്റെ രാച്ചിയമ്മയാ ചീത്ത. ഞാൻ അവരെ പിടിച്ച് ജയിലിടാൻ പോവാ. അയ്യോ, അതെന്തിനാ? നിന്നെ ഇങ്ങനെ തൊട്ടാവാടിയും കുറുന്തോട്ടിയൊക്കെ പറിക്കാൻ വിടുന്നതിന്. ബാലവേല വലിയ കുറ്റമാ മോളെ. അതൊന്നും വേണ്ട മാമ. മാമ വേണ്ട. ശരി, പവിഴം പറഞ്ഞാ ഞാൻ രാച്ചിയമ്മ വിട്ടേക്കാം. പകരം ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായ മറുപടി തരണം. എന്താ? രാച്ചിയമ്മയുടെ കുടില് ഇപ്പൊ ആരെയാ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ചേച്ചിയെ. അതല്ലാതെ വേറൊരാളൂടുണ്ടല്ലോ. അയ്യോ, അത് പറയാൻ പാടില്ലെന്നാ പറഞ്ഞത്. വലിയ രഹസ്യമാണെന്നാ രാച്ചിയമ്മ പറഞ്ഞത്. മോളൊന്ന് നിന്നേ. ഇത് പവിഴത്തിനുള്ളതാ. പൊന്നച്ചാമിയുടെ കടയിന്ന് ആവശ്യത്തിനുള്ള ചോക്ലേറ്റും മിഠായിയും ഒക്കെ വാങ്ങി തിന്നാൻ. മാമൻ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാനത് പറയണമെങ്കിൽ എനിക്ക് 100 രൂപ തരണം. ആഹാ, അതാണോ? 100 രൂപ. മോളിത് വാങ്ങിച്ചോ? ഇനി പറയ്. മാമൻ ആരോടും ഇത് പറയരുത്. ഈ പവിഴമാണ് സത്യം. മാമൻ ആരോടും പറയില്ല. വേറൊരു മാമനെ കൂടി ചികിത്സിക്കുന്നുണ്ട്. ആ മാമൻ എന്ത് പറ്റിയതാ? കൊക്കയിൽ വീണതാന്നാ രാച്ചിയമ്മ പറയുന്നത്. ചേച്ചി ചികിത്സയ്ക്ക് വരുന്നതിന് മുമ്പേ അവനുണ്ടോ അവിടെ? ഉണ്ട്. നിക്ക്. മോളിതൊന്ന് നോക്കിക്കേ. ഇതാണോ രാച്ചിയമ്മ ചികിത്സിക്കുന്ന ആ മാമൻ? അതെ. എന്താ പോലീസ് മാമ? ഒന്നുമില്ല, മോള് വെക്കും. പിന്നെ മാമനോട് ഇക്കാര്യം പറഞ്ഞെന്ന് മോൾ ആരോടും പറയണ്ട, പ്രത്യേകിച്ച് രാച്ചിയമ്മയോട്. ഒക്കോ? എന്താണോ? എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞു സാർ. ഇന്ന് രാത്രി ഇത് നടക്കും. കോടമഞ്ഞും കാട്ടാനയും ഒന്നിച്ചിറങ്ങാറുള്ള ഈ സെറ്റിൽമെന്റ് കോളനിയിൽ ജീവനിൽ കൊതിയുള്ളവരാരും കുടികളിലെ നിലവിളികൾക്ക് കാതുകൊടുക്കാറില്ല. മുമ്പേ ചത്തവന്റെ ശവം ഒന്നുകൂടി ഇന്ന് രാത്രി വീഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.